എല്ലാ യൂത്ത് പിള്ളേരെ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്തെങ്കിലും വിഷമം വരുന്നത് കറിയുക, അല്ലെങ്കിൽ അയ്യോ എല്ലാം പോയല്ലോ ഒന്ന് നഷ്ടപ്പെട്ടാലോചിച്ചിരിക്കുക. പക്ഷേ വീണതിന് ശേഷം അങ്ങനെ ഒരു തോട്ടം ഒരിക്കലും വന്നിട്ടില്ല. ഒരു ലൈഫിനെ കാണുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് വന്നു. വിന്നേഴ്സ് എന്ന് പറയുന്നത് തോക്കാണ്ട് വന്നവരല്ലല്ലോ, പലതവണയും തോറ്റവരായിരിക്കും. പക്ഷെ അവരൊരിക്കലും ഫെയിൽ ചെയ്തവരായിരിക്കില്ല, ഒരിക്കലും ക്വിറ്റ് ചെയ്തവരായിരിക്കില്ല, ഇനി ഇത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ല. ഡെഫിനറ്റ്ലി ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ സ്വയം ഒരു തോട്ട് ഉണ്ടാവണം. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്. എൻ്റെ പേര് മരിയ ബിജു. ഞാനിപ്പോൾ അല്ലസർ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. 2015 ഞാൻ MBBS ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2016 എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു ഇങ്ങനെ പാരലൈസ്ഡ് ആണ്, കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ മരണത്തിനെ വെയിറ്റ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞൊരു ടൈമായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾ വിഷമിക്കുന്ന രീതിയിൽ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരെ തിരിഞ്ഞുമായിരുന്നു. അവളത് അറിയരുത്, എന്താ സംഭവിച്ചെന്നുള്ള അവളത് അറിയരുതെന്നുള്ള. പക്ഷേ അവളുടെ പ്രൊഫഷൻ ഇത് തന്നെയാണ്. അവൾക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള സ്വന്തമായിട്ട് പറയാനുള്ള എല്ലാ കഴിവുകളും അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അയ്യോ ഇങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമം. എൻ്റെ കൂടുതലും കോൺസെൻട്രേഷനൊക്കെ മോഡൽ എക്സാം വരുമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ എഴുതുക, മോഡൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റി എഴുതാൻ സമ്മതിക്കില്ല, അതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അത്ര സീരിയസ് ആയിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കൂടുതൽ ആൾക്കറിയാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളാണെങ്കിലും അവരുടെ മുമ്പിൽ ഇത് കാണിക്കാതെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചാണെങ്കിൽ നമ്മളിങ്ങോട്ട് നമ്മുടെ അടുത്ത് ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃതയെ വെച്ച് സർജറി ചെയ്തു. അതിന് ശേഷം ഒരു 4 months റീഹാബിലിറ്റേഷനായിട്ട് വെല്ലൂർ ഉണ്ടായിരുന്നു. വെല്ലൂർ എന്ന റീഹാബിലിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ വീൽ ചെയറിൽ ഇരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് പോസിബിലിറ്റിയിലോട്ട് വരുന്നത്. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോകും. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി എനിക്കില്ല. ഓരോ പേന പിടിക്കണം എങ്ങനെയാണ് അല്ലെങ്കിൽ സ്പൂൺ പിടിക്കണം എങ്ങനെയാണെന്ന് അവർ പഠിപ്പിച്ച് തന്നിട്ട് ആ അഡാപ്റ്റേഷൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനോട് എനിക്കിങ്ങനെ പഠിക്കണം എന്നപ്പോൾ സാർ ഓക്കെ അതാണ് നല്ലത്, വെറുതെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കളഞ്ഞേക്കാൾ എത്രയോ ഭേദമാണ് മുമ്പോട്ട് ലൈഫിലോട്ട് നീങ്ങുന്നത്. അങ്ങനെ സാർ എനിക്ക് ഡിസ്ചാർജ് തന്നു. പിന്നെ ഡിസംബറിലാണ് ഞാൻ വന്നത്. ഡിസംബറിൽ വന്നൊരു ജാനുവരി ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വന്നു. പിന്നെ പ്രൊഫസേഴ്സും ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് അവർ ഫുൾ സപ്പോർട്ടിൽ അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നത്. അന്നേരം ഫിംഗർ മൂവ്മെൻറ്റ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ക്രൈബിനെ വെച്ചിരുന്നു യൂണിവേഴ്സിറ്റി പറഞ്ഞ്. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻറ്റിന് പാടില്ല, മെഡിക്കൽ ഫീൽഡിലുള്ള ആരും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്, എഞ്ചിനീയറിംഗ് ആണ് ചെയ്യണത്. അപ്പോൾ അവൻ വിളിച്ചു. പക്ഷെ എന്നാൽ ഈ മെഡിക്കൽ ടേംസ് പറഞ്ഞ് അവരെ കൊണ്ട് ഓരോ സ്പെല്ലിങ് എഴുതിക്കുമ്പോൾ വീണ്ടും ടൈം ലാഗ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ബെറ്റർ ആക്കണം, കുറച്ചും കൂടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഫാസ്റ്റായിട്ട് എഴുതാൻ പഠിക്കണം എന്നത് ട്രൈ ചെയ്ത് പിന്നെ എക്സാംസ് തന്നെ എഴുതി. എല്ലാ യൂത്ത് പിള്ളേരെ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്തെങ്കിലും വിഷമം വരുന്നത് കറിയുക, അല്ലെങ്കിൽ അയ്യോ എല്ലാം പോയല്ലോ ഒന്ന് നഷ്ടപ്പെട്ടാലോചിച്ചിരിക്കുക. പക്ഷേ വീണതിന് ശേഷം അങ്ങനെ ഒരു തോട്ടം ഒരിക്കലും വന്നിട്ടില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പബ്ലിക് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ 18 വയസ്സാകുമ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു. 18 വയസ്സായപ്പോഴത്തേനും പിള്ളേർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ആ കൂടെ തന്നെ അവൾ ബുള്ളറ്റ് ഓടിക്കുമായിരുന്നു. 500cc ബുള്ളറ്റ് അവളെ ഓടിച്ചുകൊണ്ട് അവൾക്ക് എറണാകുളത്തൊക്കെ ഓടിച്ചു കൊണ്ടൊക്കെയായിരുന്നു. എല്ലാവരെ പോലെ എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ആരും എന്നെ നിനക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, നീ മാറി നിൽക്കുക എന്ന് ആർക്കും പറയാനൊരു ഇടവ് കൊടുക്കരുത്. അപ്പം അതിനു വേണ്ടി എല്ലാം തന്നെ ട്രൈ ചെയ്യായിരുന്നു. എല്ലാ ഫീൽഡിലോട്ടും ഇറങ്ങി ചെല്ലായിരുന്നു. ഒരിക്കലും പറ്റില്ല എന്ന് പലരും ഓരോന്ന് ചെയ്യണ കാരണം എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും. അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കുക. വേറെ വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കാറുണ്ട്. പിന്നെ സ്പോർട്സ് പണ്ട് ചെയ്യുമായിരുന്നു. വീണതിന് ശേഷം ഈ അത്ലറ്റിക്സ് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് ടേബിൾ ടെന്നീസ് പഠിക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ് കുറച്ചായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ വയലിൻ ചെറുതായിട്ട് ചെറുപ്പം പോലെയുള്ള ആഗ്രഹമായിരുന്നു. 2 വയസ്സ് പോലെ ഇത് വയലിൻ തന്നെ എവിടെയോ കണ്ടിട്ട് അങ്ങനെ ആ ഇൻസ്ട്രുമെൻ്റ് ഇഷ്ടമായി. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അത് ഇഷ്ടമായി. അതുപോലെ പഠിക്കണം എന്നൊക്കെ വെച്ച് 2nd സ്റ്റാൻഡേർഡ് വെച്ചൊരു വയലിനൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അത് തൊട്ട് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും പഠിക്കാം, ലൈഫിൽ ടൈം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷേ വീണ് കഴിഞ്ഞപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റുന്ന നേരത്തെ പഠിക്കുക. അങ്ങനെയാണ് പിന്നെ വയലിലോട്ട് തിരിച്ച് വന്നതൊക്കെ. യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ട്രാവലിങ്ങിന് ബുദ്ധിമുട്ട് ആക്ച്വലി കേരളത്തിൽ അത്ര ഉള്ള ബുദ്ധിമുട്ട് കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ തോന്നാറില്ല. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ വണ്ടിയിലാണെങ്കിലും വണ്ടിയിൽ നിന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം കാണുമ്പോൾ സിമ്പിൾ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണേ ഉള്ളൂ. പക്ഷേ അത്
ഭയങ്കര ടയറിങ് ആവും. ഒരു ട്രാൻസ്ഫർ തന്നെ ഭയങ്കര സിക്കാക്കും. പിന്നെ അതിൽ നിന്നൊന്ന് ഈ സ്പാസം എന്ന് പറഞ്ഞൊരു സംഭവം ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആയിട്ട്, അപ്പോൾ അത് വരുമ്പോൾ പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് പിടിച്ചേക്കണം. പിന്നെ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വരും. ഞാൻ ഡൽഹി ചെന്നപ്പോൾ നല്ല ചൂടായിരുന്നു, എനിക്ക് സ്വെറ്റിംഗ് ഇല്ല. അപ്പോൾ ചൂട് വരുമ്പോൾ ബോഡി ഫുൾ ഹീറ്റ് ആവും. പിന്നെ ഓരോ തവണ ടെപ്പിറ്റ് സ്പോഞ്ചിങ് ചെയ്യണ പോലെ സ്പോഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഡിഫിക്കൽട്ട് സൈഡായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോവയിലൊക്കെ പോകുകയാണെങ്കിൽ ഒത്തിരി ഫോർട്ടുകളുണ്ട്, ഹൈ പീക്ക് ലോ ഡൗൺ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എടുത്തു കയറ്റാൻ അല്ലെങ്കിൽ ഒരു റാം ഫെസിലിറ്റീസ് ഒന്നും പലയിടത്തും ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും താങ്ക്ഫുള്ളി അവിടെ ഉണ്ടായിരുന്ന വേറെ ടൂറിസ്റ്റുകാരും എല്ലാം സഹായിച്ചിട്ട് അത്യാവശ്യം കാണാനൊക്കെ പറ്റി. ഒത്തിരി പേര് വീട്ടിൽ അടഞ്ഞിരിക്കുകയാണ്. പലരും പുറത്തോട്ട് ഇറങ്ങാൻ സമൂഹത്തിലുള്ള ആൾക്കാരെ പേടിക്കുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ആൾക്കെന്താ പറ്റിയത്, പിന്നെ എല്ലാവരുടെയും ഒരു ഏരിയൻ വന്ന് ഇറങ്ങിയ പോലെ നോക്കുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ് സൊസൈറ്റിയിലോട്ട് ഇറങ്ങും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഇപ്പോൾ എനിക്കൊരു മാർക്കറ്റിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. ഒരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ നിൽക്കണ ഇടവഴി കാന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരു പാത്ത് വേയോ അല്ലെങ്കിൽ ബസ്സിൽ കയറാനാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു റാമ്പായാലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ എല്ലാവരും എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ബി വെരി ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ എന്നുള്ളൊരു വ്യക്തി മാത്രമല്ല, ഇതിലുള്ള വേറെ ഒത്തിരി രോഗങ്ങളുള്ളവരുണ്ടാവും. പേഷ്യൻസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റുന്ന അവർക്കൊരു ക്യൂർ കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി ഹാപ്പി തിങ് ആണ്. പിന്നെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐഡിയലായിട്ടിരിക്കാൻ ഒട്ടും പറ്റില്ല. പിന്നെ കുറേ ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ളവരൊക്കെ ആൻറ്റി കൊറിയൻ ഫാൻസ് ആയിരിക്കും, പക്ഷേ ഞാനൊരു ഗ്രേറ്റ് കൊറിയൻ ഫാനാണ്. അപ്പോൾ എനിക്ക് കൊറിയയിലേക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ കുറേ ട്രാവലിങ്, കുറേ ന്യൂ എക്സ്പീരിയൻസസ് ഒത്തിരി ചെയ്യണം. അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. PG നോക്കുന്നുണ്ട്, പക്ഷേ ഏതൊരു സ്ട്രീം സെലക്ട് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഹൗസ് സർജൻസിയുടെ ഒരു അവസാനമാകുമ്പോൾ ഒരു ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിംഗർ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിനിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള പ്രാക്ടീസും അതിനുള്ള ആ ഒരു ടൈം വേണമല്ലോ. ഏതാണെന്ന് സെലക്ട് നമ്മൾ ഒരു പെട്ടെന്ന് ഒരെണ്ണം ഇഷ്ടം കാരണം എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ട് കറക്റ്റായിട്ട് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. സെൽഫ് ലവ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ കുറേ അതേലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വിന്നേഴ്സ് എന്ന് പറയുന്നത് തോക്കാണ്ട് വന്നവരല്ലല്ലോ, പലതവണയും തോറ്റവരായിരിക്കും. പക്ഷേ അവരൊരിക്കലും ഫെയിൽ ചെയ്തവരായിരിക്കില്ല. അതായത് ഒരിക്കലും ക്വിറ്റ് ചെയ്തവരായിരിക്കില്ല. ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാം, ഇനി ഇത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ല. ഡെഫിനറ്റ്ലി ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മൾ എല്ലാം പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് എനിക്കിത് സംഭവിച്ചു നാളെ ഞാൻ വേറെ മില്യണിയർ ആവും, ദാറ്റ്സ് നോട്ട് പോസിബിൾ. അതിൻ്റെ ബാക്കിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ചിലപ്പോൾ എക്സ്ട്രീം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഹെൽത്ത് ഡ്രോപ്പ് ആവുമായിരിക്കാം. പക്ഷേ അതിനൊക്കെ നമ്മൾ മുമ്പോട്ട് തന്നെ ഒരു സക്സസ്സിനെ ഉള്ള ഫ്രൂട്ട്ഫുൾ സക്സസ് ആണ്. കാരണം ഞാൻ നേടിയെടുത്തതാണ്, വേറെ ആളെനിക്ക് കൊണ്ടുവന്നത്. നോ വൺ ഈസ് ഗോണ പുഷ് യു ടു ഗെറ്റ് ഇൻ ടു സംതിങ്, നോ വൺ വിൽ പുഷ് യു ടു സക്സസ്. എല്ലാവരും കാല് വലിക്കാനേ നോക്കുള്ളൂ. നമ്മൾ സ്വയം ഒരു തോട്ട് ഉണ്ടാവണം. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്.